number 62. People are a nation's greatest resources. Nature's bounty becomes significant only when people find it useful. It was people with their demands and abilities that turn them into resources. Hence, human resources is the ultimate resource. Healthy, educated and motivated people develop resources as per the requirement. So, the most important resources of a country is human resources. Human resources ആയിരിക്കണം. Healthy, educated and motivated people develop resources. They develop these resources as per their requirement. So, human resources is the most richest resources of a country or nation. Human resources, like other resources, are not equally distributed over the world. ബാക്കിയുള്ള റിസോഴ്സസ് പോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടറല്ല ഹ്യൂമൻ റിസോഴ്സസ്. They differ in their educational level, age and sex. അതിലൊക്കെ ഉണ്ട് ഡിഫറൻസ് ഉണ്ട്. എഡ്യൂക്കേഷൻ ലെവൽ ചില സ്ഥലങ്ങളിൽ ഹൈ ആയിരിക്കും, ചില സ്ഥലങ്ങളിൽ ലോ ആയിരിക്കും. ചില സമയങ്ങളിൽ ഏജ് കൂടിയ ആൾക്കാർ കൂടുതലുള്ള സ്ഥലങ്ങളുണ്ടാവും, കുറവുള്ള ആൾക്കാരുള്ളതുണ്ടാവും. ആൻഡ് ഓൾസോ ഓൺ ദ ബേസിസ് ഓഫ് സെക്സ് ഓർ ഫീമെയിൽ ഓർ ഫീമെയിൽ. Their numbers and characteristics also keep changing. അല്ല, എല്ലാ മനുഷ്യരും ഒരേപോലെ ആയിരിക്കും അല്ല. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ അല്ല, ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല, ഈക്വൽ എല്ലാ ഫാക്ടേഴ്സും ഈക്വൽ ആയിട്ടുള്ള ഒരു റിസോഴ്സ് അല്ല ഉണ്ട് ഹ്യൂമൻ റിസോഴ്സ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ എങ്ങനെ, ഹൗ ദ പോപ്പുലേഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ എർത്ത്, എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, എന്തിൻ്റെ ബേസിലാണ് നോക്കാം. The way in which people are spread across the earth surface is known as the pattern of population distribution. എങ്ങനെയാണ് എർത്തിൽ പീപ്പിൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് സർഫേസിൽ ഇങ്ങനെ അവർ ലിവ് ചെയ്യുന്നത്, സ്പ്രെഡ് ചെയ്തിട്ട് ലിവ് ചെയ്യുന്നത്, അതിനാണ് എന്ത് പറയുന്നത്, പാറ്റേൺ ഓഫ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ. More than 90% of the world's population live in about 30% of the land surface. 90% of മാൻ അല്ലെങ്കിൽ ഹ്യൂമൻ ലിവ് ചെയ്യുന്നത് എവിടെയാണ്, നമ്മുടെ ലാൻഡ്, നമ്മുടെ എർത്തിലുള്ള 30% ഓഫ് ലാൻഡിലാണ്. ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ ഇൻ ദ വേൾഡ് ഇസ് എക്സ്ട്രീംലി അൺഈവൻ ആൻഡ് ഇറ്റ് ഈസ് അൺഈവൻ. നമ്മൾ നേരത്തെ പറഞ്ഞു അത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല, ദാറ്റ് ഈസ് അൺഈവൻ. എങ്ങനെയാണ് അൺഈവൻ ആയത്? സം ഏരിയാസ് ആർ വെരി ക്രൗഡഡ്. വേൾഡിൽ തന്നെ എർത്തിൽ തന്നെ സം ഏരിയാസ് ആർ വെരി ക്രൗഡഡ് ആൻഡ് സം ആർ സ്പാർലി populated. The crowded areas are South and Southeast Asia, Europe and Northeastern North America. Very few people live in high latitude areas, tropical desert, high mountains and areas of equatorial forest. അപ്പോൾ എവിടെയാണ് പോപ്പുലേഷൻ കുറവുള്ളത്? ഹൈ ലാറ്റിറ്റ്യൂഡ് ഏരിയാസ്, ട്രോപ്പിക്കൽ ഡെസേർട്ട്സ്, അവിടെ ക്ലൈമറ്റ് എന്തായിരിക്കും അതിൻ്റെ കാരണം? ബിക്കോസ് ഓഫ് ദ ക്ലൈമറ്റ്. ഡെസേർട്ട്, ഹൈ മൗണ്ടെയ്ൻസ് അല്ലേ, അവിടെയും ക്ലൈമറ്റിൽ ഡിഫറൻസ് ഉണ്ടാവും. ആൻഡ് ഏരിയ ഓഫ് ഇക്വറ്റോറിയൽ ഫോറസ്റ്റ് ഏരിയാസിലും എന്താണ് നമ്പർ ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ ദ ഫോറസ്റ്റ് ഏരിയ, ഡെസേർട്ട് ഏരിയ, മൗണ്ടെയിൻ ഏരിയ ഒക്കെ എന്തായിരിക്കും, ലെസ് ആയിരിക്കും. അതർ പ്ലേസസ്, എർത്തിലെ അതർ പ്ലേസസിൽ ദ പോപ്പുലേഷൻ വാസ് വെരി ലാർജ്. മെനി മോർ പീപ്പിൾ ലിവ് ഇൻ നോർത്ത് ഓഫ് ദ ഇക്വേറ്റർ ദാൻ സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ. നമുക്കറിയാം എന്താ ഇക്വേറ്റർ അല്ലേ, നമ്മുടെ ഒരു ഗ്ലോബിൻ്റെ നമ്മുടെ ഒരു എർത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു ലൈനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്വേറ്റർ. അപ്പോൾ സൗത്ത് ഓഫ് ദ ഇക്വേറ്ററിലാണ് കൂടുതൽ ആൾക്കാർ ഉള്ളത്. മെനി മോർ പീപ്പിൾ ലിവ് ഇൻ നോർത്ത് ഓഫ് ദ ഇക്വേറ്റർ ദാൻ ദ സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ. സൗത്ത് ഓഫ് ദ ഇക്വേറ്ററിനെക്കാളും കൂടുതൽ ഉള്ളത് എവിടെയാണ്? നോർത്ത് ഓഫ് ദ ഇക്വേറ്റർ. നോർത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും എവിടെ ഇരിക്കും? മുകൾ ഭാഗം അല്ലേ, മുകൾ ഭാഗമായിരിക്കും. അപ്പോൾ നോർത്ത് ഓഫ് ദ ഇക്വേറ്ററിലാണ് കൂടുതൽ ആൾക്കാർ താമസിക്കുന്നത്. Almost 3/4 of the world's people live in 2 continents, Asia and Africa. ഇപ്പോൾ ഏഷ്യയിലും ആഫ്രിക്കയിലുമാണ് 3/4 അവിടെ ആൾക്കാർ താമസിക്കുന്നത്. അപ്പം മോസ്റ്റ്ലി പോപ്പുലേറ്റഡ് എവിടെയാണ്? ഏഷ്യ ആൻഡ് ആഫ്രിക്ക. 60% of the world's people stay in just 10 countries. All of them have more than 100 million people. ഈ 10 കൺട്രീസിലും എന്തുണ്ട്? മോർ ദാൻ 100 million people ഉണ്ട്. അപ്പം അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ചാർട്ടാണ് നിങ്ങൾക്ക് അവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഓരോ കൺട്രിയിലുള്ള എങ്ങനെയാണ് പോപ്പുലേഷൻ എങ്ങനെ എത്ര മില്യൺസ് പോപ്പുലേഷൻ ഇൻ മില്യൺസ് ആണ് ഓരോ കൺട്രിയിലും.
population in millions. Page number 63 നിങ്ങൾക്ക് കാണാം. Japan, Russia, Nigeria, Bangladesh, Pakistan, Brazil, Indonesia, Asia, USA, India, China. So mostly populated country ഏതാണ്? ചൈനയാണ്. It was in Asia, Asian continental countries-ലാണ് കൂടുതലുള്ളത്. and Africa. പിന്നെ ഇന്ത്യ. Purple line കാണുന്നത് ഇന്ത്യയാണ്. So Asian countries are mostly populated and അത് 10 കൺട്രിയിലാണ് more than 100 million people living in Asian countries and African countries. Density of population. What is density of population? Population density is the number of people living in a unit area of the earth's surface. ഒരു യൂണിറ്റ് ഏരിയ പറഞ്ഞാൽ ആ യൂണിറ്റ് ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരെയാണ് എന്ത് പറയുന്നത്? ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. It is normally expressed as per square kilometer. The average density of population in the whole world is 51 persons per square kilometer. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 51 ആൾക്കാരാണ് എന്താണ് വേൾഡ് വൈഡ് ആയിട്ട് എടുക്കുന്ന ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ്റെ ഒരു റേഷ്യോ. അതായത് 51 പേഴ്സൺസ് ഉണ്ടാവണം ഇൻ എ സ്ക്വയർ കിലോമീറ്റർ. South Central Asia has the highest density of population, followed by East and Southeast Asia. So, എങ്ങനെയാണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ്റെ റേഷ്യോ? 51% per സ്ക്വയർ കിലോമീറ്റർ. സ്ക്വയർ കിലോമീറ്ററിൽ 51% ഉണ്ടാവും. അതാണ് ഒരു ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ്റെ റേഷ്യോ. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ? എങ്ങനെയായിരിക്കും ആൾക്കാർ ഓരോ സ്ഥലങ്ങളിൽ എങ്ങനെയായിരിക്കും ആ ഡിസ്ട്രിബ്യൂഷൻ? അൺഈവൻ ആണ് നമ്മൾ പറഞ്ഞു അല്ലേ? ഡിസ്ട്രിബ്യൂഷൻ അൺഈവൻ ആണെന്ന് പറഞ്ഞു. ഡെസേർട്ട് ഏരിയാസിൽ, പിന്നെ മൗണ്ടെയിൻ ഏരിയാസിൽ, ഫോറസ്റ്റ് ഏരിയാസിലൊക്കെ അവിടെയൊക്കെ ലിവിങ് പീപ്പിൾ കുറവാണ്. അപ്പോൾ അതിന് എന്തൊക്കെ ഫാക്ടേഴ്സ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ? ബോർഡിലേക്ക് നോക്കൂ നിങ്ങൾ. ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ. ടോപ്പോഗ്രഫി, അതിൻ്റെ ഒരു ടോപ്പോഗ്രഫി എങ്ങനെയാണ്, അതിൻ്റെ ഒരു എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ക്ലൈമറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? ക്ലൈമറ്റ്, ഡെസേർട്ട് ഏരിയ, മൗണ്ടെയിൻ ഏരിയ, അതൊക്കെ എന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് ഓഫ് ദ climate, because desert is very hot and mountain areas are very cold, so the people are not willing to live in these areas. So next one was soil, because all of them doing agriculture. Soil must be fertilized. Soil ഉള്ള സ്ഥലങ്ങളിൽ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടുതലായിരിക്കും. അതിന് ഫെർട്ടൈൽ അല്ലാത്ത സോയിൽ ആണെങ്കിലോ അവിടെ പോപ്പുലേഷൻ റേറ്റ് കുറവായിരിക്കും. നെക്സ്റ്റ് വൺ വാസ് വാട്ടർ. അവൈലബിലിറ്റി ഓഫ് വാട്ടർ. വാട്ടർ നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ അവൈലബിലിറ്റി ഓഫ് വാട്ടറിനെ കൂടി കൺസിഡർ ചെയ്തിട്ടാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഉണ്ടാവുന്നത്. നെക്സ്റ്റ് വൺ വാസ് മിനറൽസ്. എങ്ങനെയാണ് മിനറൽസ് ഒരു ഫാക്ടർ ആവുന്നത്? ബിക്കോസ് മിനറൽസ് ഉള്ള സ്ഥലങ്ങളിൽ ജോബ് ഫെസിലിറ്റീസ് കൂടുതലായിരിക്കും, അപ്പം അവിടെ പോപ്പുലേഷൻ കൂടുതലായിരിക്കും. സോ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ. ടോപ്പോഗ്രഫി. People always prefer to live in plains rather than mountains and plateaus because these areas are suitable for farming, manufacturing and service activities. ഇപ്പോൾ നിങ്ങൾ എന്താണ് മൗണ്ടെയിൻസ് നിങ്ങൾക്ക് അറിയാം, പ്ലെയിൻസ് എന്താണെന്ന് അറിയാം, പ്ലാറ്റ്യൂസ് എന്താണെന്ന് അറിയാം. So most people prefer to live in plains. The Ganga plains are the most densely populated area of the world, while mountains like Alps and Himalayas are sparsely populated. അപ്പോൾ ഹിമാലയ അതായത് മൗണ്ടെയിൻ ഏരിയാസ് വളരെ പോപ്പുലേഷൻ കുറവാണ്. നെക്സ്റ്റ് വൺ വാസ് ക്ലൈമറ്റ്. പീപ്പിൾ യൂഷ്വലി അവോയ്ഡ് എക്സ്ട്രീം ക്ലൈമറ്റ്സ് ദാറ്റ് ആർ വെരി ഹോട്ട് ഓർ വെരി കോൾഡ് ലൈക്ക് സഹാറ ഡെസേർട്ട്, പോളാർ റീജിയൻസ് ഓഫ് റഷ്യ, കാനഡ ആൻഡ് അന്റാർട്ടിക്ക. അപ്പോൾ രണ്ട് ക്ലൈമറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഡെസേർട്ട് ക്ലൈമറ്റ്, അതായത് എക്സ്ട്രീം ഹോട്ടാണ്, മറ്റേത് എക്സ്ട്രീം കോൾഡാണ്. നെക്സ്റ്റ് വൺ വാസ് സോയിൽ. Fertile soil provides suitable land for agriculture. Fertile plains such as Ganga and Brahmaputra in India, Hanghi, Changjiang in China and the Nile in Egypt are densely populated. So soil's fertility നോക്കി അവിടെയും population കൂടുതലായിരിക്കും. Next one was water. People prefer to live in areas where fresh water is easily available. അല്ലേ? അപ്പോൾ അത് നമ്മളൊരു ചെറിയൊരു കാര്യത്തിലാണെങ്കിൽ നമ്മൾ ഫ്രഷ് വാട്ടർ ഉണ്ടോ നോക്കിയിട്ട് നമ്മളൊരു ലാൻഡ്, ഒരു പ്ലോട്ട് പോലെ നമ്മൾ വാങ്ങുള്ളൂ അല്ലേ? സോ
People live in the areas where fresh water is easily available. The river valleys of the world are densely populated while desert have spare population. അല്ലേ നമ്മൾ പണ്ട് എന്തൊക്കെയാ സിവിലൈസേഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആൻഡ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. എന്തുകൊണ്ടാണ് എല്ലാം എന്തിൻ്റെ ബാങ്കിലാണ്? ഓൾ ദ സിവിലൈസേഷൻസ് ആർ ഡെവലപ്ഡ് ഇൻ ദ ബാങ്ക്സ് ഓഫ് റിവേഴ്സ് അല്ലേ. ഇൻഡസിൻ്റെ ഇല്ലായിരുന്നു, ഈജിപ്ത് ആണെങ്കിൽ നൈലിൻ്റെ ബാങ്ക്സിലായിരുന്നു ഉണ്ടായിരുന്നത് സിവിലൈസേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ ഈസിലി അവൈലബിലിറ്റി ഓഫ് വാട്ടർ. നെക്സ്റ്റ് വൺ വാസ് മിനറൽസ്. ഏരിയാസ് വിത്ത് മിനറൽസ് ഡെപ്പോസിറ്റ് ആർ മോർ പോപ്പുലേറ്റഡ്. Diamond mines of South Africa and discovery of oil in the Middle East led to the settling of people in these areas. എന്ത് കിട്ടും? ജോബ് കിട്ടും. അതെ, അതുകൊണ്ട് തന്നെ ഏൺ ചെയ്യാം, നല്ലൊരു ലൈഫ് ഉണ്ടാവും. അപ്പം സോ ദീസ് പീപ്പിൾ ആർ settling in the near the mines and the oil drilling areas. So minerals also affecting the density of population. Next three factors are social, cultural and economic factors. What are the social factors? Areas of better housing, education and health facilities are more densely populated. അല്ലേ, എക്സാമ്പിൾസ് നമുക്ക് പറയാം urban areas and rural areas അല്ലേ, വില്ലേജ് ഏരിയാസ്, റിമോട്ട് ഏരിയാസ്. അതായത് urban areas, അതായത് ഒരു സിറ്റി ആണെങ്കിൽ അവിടെ എന്തൊക്കെ അവൈലബിൾ ആയിരിക്കും? ഹൗസിങ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് എല്ലാം ഈസിലി അവൈലബിൾ ആയിരിക്കും. അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റൂറൽ ഏരിയാസ്. നെക്സ്റ്റ് വൺ വാസ് കൾച്ചറൽ. പ്ലേസ് വിത്ത് റിലീജിയൻ ഓർ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് അട്രാക്ട് പീപ്പിൾ. അതിൻ്റെ അകത്ത് എക്സാമ്പിൾസ് ഉണ്ട്, നമുക്ക് വായിച്ച് നോക്കാം. ഇൻഡസ്ട്രിയൽ ഏരിയാസ് പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ മിനറൽ റിസോഴ്സസിൻ്റെ സെയിം പ്രോസസ്സാണ്. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് affecting distribution of population. Please read your textbook twice. Thank you. We can see you in the next class.